ഹായ് ഫ്രണ്ട്സ്, ന്യൂജൻ ഐസ്പിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാംകോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ P10 എന്ന് പറയുന്ന ഒരു മോഡലിലായിട്ട് വരുന്ന ഒരു USB പാനലാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നോർമലായിട്ട് വരുന്ന USB പാനലിനെക്കാട്ടി ചെറിയ വ്യത്യാസങ്ങൾ ഈ ബോർഡിലുണ്ട്. അതുകൂടി നമുക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ USB ബോർഡ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും നമ്മൾ അയക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊറിയർ ചെയ്ത് തരുന്നതുമാണ്. ഒറ്റ നോട്ടത്തിൽ നോർമൽ ഒരു USB ബോർഡിനെ പോലെ തന്നെയാണ് ഈ ബോർഡും. ഇതിൻ്റെ റിമോട്ടിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ മോഡൽ റിമോട്ട്, അതിൽ വിത്ത് ഹാർഡ് IC എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ USB പാനലിൽ കുറച്ചുകൂടി ഒരു വലിയ IC ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സൗണ്ട് ക്ലാരിറ്റിയിലും അതിൻ്റെ വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ എല്ലാ USB ബോർഡുകളും വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത് പോലെ തന്നെ ഒരു റിമോട്ട്, USB ബോർഡ്, വയറിംഗ് കിറ്റ് ഇതെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഒരു ഗ്രീൻ ഡിസ്പ്ലേ ആണ് ഈ ബോർഡിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ICയും നോർമൽ USB പാനലിനെ അപേക്ഷിച്ച് കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട്, അതായത് ഓഡിയോ ഔട്ട്പുട്ട് വളരെ വ്യത്യാസം ഉള്ളതാണ്. സാധാരണ USB പാനലിനെ അപേക്ഷിച്ച് അല്പം ഗെയിൻ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. സാധാരണ USB ബോർഡുകളെ അപേക്ഷിച്ച് ഈ ബോർഡിന് വിലയും കുറച്ച് കൂടുതലാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ആംപ്ലിഫയറൊക്കെ നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള USB ബോർഡുകൾ നമുക്ക് വാങ്ങി ഉപയോഗിച്ചാൽ കാഴ്ചയിൽ നല്ലതായിരിക്കും. കാരണം ഇതിൽ ഒരു പ്രത്യേക ഗ്രീൻ ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ ICയിലേക്ക് വരുമ്പോൾ തന്നെ സാധാരണ നോർമൽ IC അല്ല, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വലിയൊരു IC തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒരു ഹോം തിയേറ്ററിൽ നമ്മളിത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു പഴയ ഹോം തിയേറ്ററിൽ നമ്മൾ ഈ USB ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹോം തിയേറ്ററിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ ഡിസ്പ്ലേ ആണ്. ബാക്കിയെല്ലാം അടിപൊളി വർക്കിംഗ് ആണ്. ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റിങ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.